ഹായ് മുത്തുമണീസ്, അപ്പോൾ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അക്കു അവിടെ നിൽക്കടി, ദേവാക്കണ ഓടണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പോരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ പോന്നു. അപ്പോൾ പകുതി കഴിക്കലെത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ബസ് കയറി. ഞങ്ങൾ വന്നു കേട്ടോ, എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഇനി അടുക്കളയിൽ പോയി നോക്കട്ടെ, അവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോള്. അപ്പൊ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, കാണാം. അപ്പൊ നോക്കി ബീഫൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. ഏതായാലും അപ്പൊ കുറച്ച് പൊറാട്ട കഴിക്കട്ടെ കേട്ടോ. പൊറോട്ട ബീഫ് ഉണ്ട് കേട്ടോ. ബീഫ് പൊറോട്ട, ചിക്കൻ കറി. അതല്ല അവിടെ വെച്ചാൽ എല്ലാവരും തിന്നുന്ന കിട്ടുന്നു. അപ്പൊ അടുത്ത കടമ്പ് എന്താ വെച്ചാല് ഈ കേക്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഇതാണ് ഈ കൂട്ടാൻ. അതൊരു പാത്രം അടിക്കമ്മ. എന്ത് പാത്രം? ഇത് കയ്യിലിടാ. ചെറിയ കേക്കാണ് കേട്ടോ. ഇതെന്താ മവാട്ടിയോട് വെട്ടിക്കുള്ള എന്റെ ഭർത്താവിനോട് സ്നേഹമല്ല. 2000 ആയ 3000. അപ്പൊ എല്ലാരും തിന്നോളി. ഞാൻ ഈ മടാളൊന്നും കൊണ്ടുവച്ചേക്ക്. ഇത് കണ്ടിട്ട് തന്നെ അപ്പം തന്നെയാണ്. നീ തിന്നോളി. ക്രിസ്മസ് അപ്പൊ പൊറാട്ടയും ബീഫും കഴിച്ചു കുഴങ്ങി. ഇതിന്റെ മേൽക്കൂടെ തിന്നാൻ കഴിക്കില്ല. അപ്പാ ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തരും ഓരോ റൂമിലാക്കും. പാട്ടിന്റെ പ്രാക്ടീസാണ് കേട്ടോ. ഇപ്പുറത്ത് അനിയത്തി കെട്ടിയനായിട്ട് ഭയങ്കര വീഡിയോ കോളാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അങ്ങനെ ഞാനും കുറച്ച് നേരം ചെന്ന് കുറച്ച് നേരം ഞങ്ങളങ്ങനെ സംസാരിച്ച് കിടന്നു. കുറേ ദിവസമായില്ലേ ഓളവിടെയും ഞാനിവിടെയല്ലേ. അപ്പം ഇങ്ങനെ ചെല്ലുമ്പോഴൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. ഓള് പറഞ്ഞാൽ എനിക്ക് ഷാളില്ല, നാളെ ക്രിസ്മസിൻ്റെ പരിപാടി ഉണ്ട് ക്ലാസ്സിൽ. അപ്പം നമുക്ക് അവിടുന്ന് വീടിൻ്റെ അടുത്തുനിന്ന് ഒന്ന് വാങ്ങിയിട്ട് വരാമെന്ന് അങ്ങനെ പോയിട്ട്. എന്താ പരിപാടി? എന്താണ് പരിപാടി? ഞാൻ പൊന്നാരം മഴ കടം വാങ്ങാൻ വന്നതാണ്. ഞാൻ തണിത് വന്നപ്പോ ഷാളൊന്നും കൊണ്ടുവന്നില്ല. ഇത് വിരിച്ചേച്ചിന്റെ ഷാള. കടം വാങ്ങാൻ വന്നേക്ക് നാളെ ക്രിസ്മസ് പരിപാടിക്ക്. വലുതൊക്കെ നോക്കിച്ച് ഉടുപ്പൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നാളെ പരിപാടി ക്രിസ്മസ് ഫ്രണ്ടൊക്കെ അല്ലേ ഉണ്ടാക്കിയോ? ക്രിസ്മസ് ഫ്രണ്ട് കുട്ടികളെ കിട്ടിയതില്ലേ. വിരിച്ചേച്ചി ട്യൂഷൻ പഠിപ്പിക്കുന്നേ ചേച്ചിന്റെ കുട്ടികളെ ഗിഫ്റ്റ് ആണതേ. വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. ഫുഡൊക്കെ നേരത്തെ കഴിച്ചാണല്ലോ, അങ്ങനെ കിടന്നു കേട്ടോ. പിറ്റേ ദിവസം അവിടുന്ന് വന്ന പിന്നെ ഇവിടെ എത്തിയ പിന്നെ കുളിയൊന്നുമില്ല. പുട്ടും ചിക്കൻ കറി. ഞാനിപ്പോ കടന്നുറങ്ങി. 10-11 മണിക്കൊക്കെ ഇരിക്കണേ. രാവിലെ 9 മണിക്ക് 7 മണിക്കൊക്കെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മേൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 11 മണിക്കാണ്. ഉച്ചയ്ക്കാണ്. ഞാൻ അങ്ങോട്ട് അതല്ല, ഞാനേ എന്റെ വീട്ടിൽ വരുമ്പോഴല്ലോ ഇങ്ങനെയൊക്കെ. ആ ഒക്കെ കണക്കാണ്.
ഞങ്ങള് അങ്ങനെ തന്നെ ഇവിടെ വരുമ്പോഴൊക്കെ നേരത്തെ നീച്ച് പൊളിക്കലായിരുന്നു കുളിക്കൂല. അത് പറഞ്ഞോ. കുറച്ച് അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കാണ്ട് തോട്ടിക്ക്. ചെറിയൊരു തോടാണ്, പക്ഷേ ആ തോട്ടത്തെ വെള്ളം നല്ല തണുപ്പാണ്. നമ്മൾ ആ തോട്ടിക്ക് എത്താനായി ചെറിയൊരു വളവും കൂടി കഴിഞ്ഞെത്തി. ആ കാണുന്ന ഈ ഷെഡ് ഇട്ടതാണ് നമ്മുടെ. യെസ്, ഓള് പറഞ്ഞ കറക്റ്റാണ്. ചെറിയ തോടാണ്, പക്ഷെ വെള്ളം ഇവിടെ എല്ലാവരും വന്ന് ഇവിടെ നിന്നൊക്കെയാണ് കുളിക്കൽ. ഈ പരിസരത്തിലെല്ലാവരും ഇവിടെ നിന്നാണ് വന്ന് കുളിക്കൽ. കണ്ടില്ലേ തോട് നമ്മളെ? പക്ഷേ ഈ കണ്ടില്ലേ വെള്ളം അധികമില്ല, പക്ഷെ നല്ല തണുപ്പ്. കുഞ്ഞുനാളിൽ തൊട്ടേ ഈ തോട്ടിന്നാണ് കുളിക്കുന്നത്. ഇവിടെ അന്നും ഇത്ര വെള്ളമുള്ളൂ, ഇന്നും ഇത്ര വെള്ളമുള്ളൂ. പക്ഷെ ഇത് മഴയൊക്കെ പെയ്യുമ്പോ കൂടുതലായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. ശരിക്കും മറയൊക്കെ വെക്കുന്നത് എന്താ പറയാ, ഇവിടെ ഇങ്ങനെ എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാതെ. പിന്നെ അതിലെ വഴിയാണ് കേട്ടോ, ആ ഒരു ഇടവഴിയാണ്. അതിലെ റോഡ് ഒരു ചെറിയൊരു ഇടവഴിയാണ്. വെള്ളമുണ്ടല്ലോ സൂപ്പറാ. എന്താ വെച്ചാൽ അത്ര തണുപ്പാണ് വെള്ളത്തിന്. കുളിക്കാൻ വേവ് തുണി എടുക്കാൻ പോയോ? തിരുമ്പല്ലതൊക്കെ അവിടെ തന്നെ വെച്ച് പോകും. തോട്ടിന്ന് അമ്മയും ചേച്ചിയും ഇറങ്ങി ഗായ്സ്. അപ്പം ഞങ്ങൾ പോവാണ് ഗായ്സ്, ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇതാ ഞങ്ങൾ ഞങ്ങളെ വീടെത്തി ഗായ്സ്. അപ്പം വീടെത്തി. അപ്പം ഞങ്ങൾ ഇതാ വീട്ടിലോട്ടെത്തി. വീട്ടിലോട്ട് പോട്ടെ. എനിക്ക് പണി കിട്ടി, അമ്മയ്ക്ക് പണി കിട്ടി. ഫ്രണ്ട്സ് ഇതാ അമ്മമ്മ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അമ്മതാ പോണു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മയും ചേച്ചിയും ചോറിനാണ്. ഞാൻ നേരത്തെ പുട്ട് വെച്ചതിനാൽ എനിക്കിപ്പോൾ വിശക്കുന്നില്ല. അമ്മ വയ്ക്കുന്ന വരുന്ന ഒരു ഭാഗത്ത് കൂടെ. അമ്മ ചോറിനില്ലേ? അമ്മയ്ക്ക് വേണ്ട. ഞാൻ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്കക്കുരു കൂട്ടാനുണ്ടോ? പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ്റെ കറി ഉണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് അപ്പൊ കൂട്ടുകാരെ ഇതാക്കണ പിന്നെ സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരിക കേട്ടോ. കുട്ടികൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് പരിപാടിയാണ് തോന്നുന്നത്. നമുക്ക് തൊപ്പിയില്ലേ? തൊപ്പിയുടെ അല്ല, ഓള തൊപ്പിയുടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നോ? ഡാൻസ് കളിച്ചോ? പാട്ടോ? പാട്ട് പാടി? അപ്പം ആയിക്കോട്ടെ, പോയിക്കോളി. ചോറിൻ്റെ എന്തേലും ഉണ്ടായിരുന്നോ? ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നോ? ഈശ്വരാ, സൂപ്പർ. ചാറ് മാത്രമേ ഉള്ളൂ, കണ്ടല്ല. ബിരിയാണി ക്രിസ്മസ് വരും. ഇത് അനിയത്തിയാണ് കേട്ടോ. അവൾ നിലമ്പൂര് MLT പഠിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ കുട്ടികളെ, കോളേജിൽ. അപ്പോൾ അവിടുന്ന് ഇന്ന് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. അപ്പോൾ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, കോഡാണ് കേട്ടോ കുട്ടികളും ടീച്ചറൊക്കെ. അപ്പോൾ അവൾ അവിടുത്തെ പിന്നെ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നേ ഉണ്ടോ. കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. എടി ഫുഡ് ഉണ്ടായിരുന്നോ? ഫുഡൊന്നുമില്ല, കേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഇവിടുന്ന കഴിച്ചത് ഞാൻ വാങ്ങിയതാ പൈസ കൊടുത്തിട്ട്. അമ്മയൊക്കെ അത് കാത്തു കുത്തിരിക്കുകയാണ് കേട്ടോ, എന്താ അവള് കൊണ്ടുവരണേ. അപ്പം ഞങ്ങൾ പോവുകയാണ്. എൻ്റെ അമ്മേൻ്റെ മുടിയൊക്കെ കെട്ടിത്തരികയാണ് കേട്ടോ. കണ്ടോ? ആരോട്? അപ്പം ഞങ്ങൾ പോവാണ്. സങ്കടമുണ്ട് ഈ പ്രാന്തത്തേക്ക്. ഒരു സങ്കടമുണ്ട്, സമാധാനം ഒന്ന് പോവുക. തെണ്ടി അവളങ്ങനെ തന്നെയാണ്. ഓക്കെ എല്ലാവരും തിന്നാനേ കണ്ടില്ല കോലം. എൻ്റെ ഒരേയും കൂടി തിന്നിട്ട്. അപ്പോൾ ഏതാണ്ട് ദേവുട്ടി ഇവിടെ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നാളെ രാവിലെ വരും. അമ്മയും ചേച്ചിയും ഇറങ്ങാനായി തുടങ്ങുന്നു. ഞാൻ പോണില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. ബേജാറാണ് രണ്ടെണ്ണത്തിനും. ഒന്ന് ഞാൻ പോയിക്കാണ്, ഞങ്ങൾക്ക് ഉറങ്ങണം. യാത്ര പറയുകയാണ് ഗൈസ്. സ്കൂൾ കുട്ടിയല്ലേ, പോരുവാണേ പോയി.
അപ്പൊ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വീട്. ഇപ്പൊ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോ ഇത്രയുള്ളൂ. ടാറ്റാ.